അവരെ നമ്മുടെ ധ്യാന ശുശ്രൂഷയുടെ 3-ാം ദിവസത്തില് അവസാന ദിവസത്തിലാണ് നമ്മളായിരിക്കുക. കർത്താവ് നമ്മളെ പൂർണ്ണമായി അറിയുന്നുവെന്നും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും അവന്റെ കൃപയ്ക്ക് തടസ്സമായ പലതിനെയും കണ്ടെത്താനും ഒക്കെയായിട്ട് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന 2 ദിനങ്ങൾ നമ്മൾ കടന്നുപോയി. 3-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്കിന്ന് ധ്യാനിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. 86-ാം സങ്കീർത്തനം നിസ്സഹായന്റെ യാചനയെക്കുറിച്ച് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ, ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ ഞാൻ അങ്ങയിലേക്ക് എന്റെ മനസ്സിനെ ഉയർത്തുന്നു. വലിയൊരു നിസ്സഹായതയുടെ വക്കിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന ദാവീദിന്റെ പ്രാർത്ഥനയാണ് 86-ാം സങ്കീർത്തനം. അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്റെ നിസ്സാരതയും നിസ്സഹായകതയും മനസ്സിലാക്കി ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ. ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ മുൻപിലായിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തില് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് തന്ന തിരുവചനങ്ങളാണിത്. ദൈവത്തിന്റെ നോട്ടത്തിന് വേണ്ടി, ദൈവത്തിന്റെ കയ്യെത്തും ദൂരത്ത് ആയിരിക്കാനായി, അവന്റെ അനുഗ്രഹത്തിന്റെ കടാക്ഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ കർത്താവല്ലാതെ മറ്റാരും നമുക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഈശോ അല്ലാതെ മറ്റാരുമില്ല. നാം എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ചെയ്താലും ദൈവത്തിന്റെ കരുണയും കടാക്ഷവും നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നില്ലെങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കാം. ഈശോയെ എന്നിലേക്ക് അവിടുന്ന് ആർദ്രതയോടെ തിരിഞ്ഞ് എന്നിലേക്ക് നോക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവൻ ഏകസത്യ ദൈവമായ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന പ്രവാചകനെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുക. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കർത്താവിന്റെ സ്നേഹ ശുശ്രൂഷയിലെ വ്യാപൃതനായിരിക്കുന്ന ദാനിയേലിന്റെ ജീവിതത്തില് ഒരു വെല്ലുവിളി കടന്നു വരുന്നത് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. വിജാതിയുടെ ദേവനായ വ്യാളിനെ ദാനിയേല് കൊല്ലാൻ തയ്യാറാവുകയാണ് രാജാവിന്റെ അനുവാദത്തോടെ. അങ്ങനെ രാജാവ് പറയും, ഇതാണ് ദൈവമെന്ന് പറയുമ്പോ ദാനിയേല് പറയും, ഇത് ദൈവമല്ല, ജീവിക്കുന്ന എന്റെ കർത്താവാണ് ദൈവം, എന്റെ ദൈവമാണ്, സൈന്യങ്ങളുടെ കർത്താവാണ്, ജീവിക്കുന്ന ദൈവമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വ്യാളത്തെ കൊന്നുകളയുന്നത് നമ്മൾ കാണുകയാണ്. അത് കേട്ട് അത് കണ്ട് അസൂയ പൂണ്ട് അവിടുത്തെ വിജാതീയ അധികാരികൾ വന്ന് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയുന്ന ഒരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. 7 ദിവസം സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞിടുമ്പോൾ സിംഹങ്ങളുടെ വായടയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ വലിയ ചൈതന്യം നമ്മൾ ദർശിക്കുകയാണ്. എന്റെ കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കരകയറാനാവാത്ത വിധത്തിലുള്ള ഒരു വേദനയിലൂടെ, ഇതുവരെ കാത്തിരിപ്പിന് ഉത്തരം കിട്ടാത്തതിന്റെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക്. കുഞ്ഞുങ്ങളായില്ലല്ലോ എന്നുള്ള വേദന രാപകലെന്നില്ലാതെ നിങ്ങളെ അലട്ടുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 38-ാമത്തെ വചനത്തില് ഹബക്കൂക്ക് ദാനിയേലിന്റെ ഭക്ഷണം എടുത്തുകൊണ്ടുപോയി കൊടുക്കുമ്പോ ദാനിയേല് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, നീ തള്ളിക്കളയില്ല. അത് നിന്റെ വലിയ കരുണയാ, അത് നിന്റെ വലിയ സ്നേഹമാണ്. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ നീ എന്നെ ഓർക്കുന്നു, നീ എന്നെ ഓർക്കുന്നല്ലോ കർത്താവെ, നീ എന്നെ ഓർക്കണമേ എന്നെല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ സമയം നീ എന്നെ ഓർക്കണം. ഞാൻ എവിടെയാണെങ്കിലും ഒത്തിരി പ്രതിസന്ധികള് നമ്മുടെ മുൻപില് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും കടന്നു വരുമ്പോൾ ഈശോയെ അങ്ങ് എന്നെ ഓർക്കണേ. ഈശോയെ
എനിക്ക് വേണ്ടി അവിടുന്ന് ഈ സഹനത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങി വരണമേ എന്ന് എല്ലാ മക്കളും കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 55-ാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചു, എന്നെ നിലവിളിക്കെതിരെ ചെവിയടയ്ക്കരുതേ എന്ന് എന്റെ യാചന അവിടുന്ന് കേട്ടു. സഹായത്തിനുള്ള നിലവിളി കേട്ട് അവിടുന്ന് എന്റെ അടുക്കലേക്ക് വന്നു. കർത്താവെ, ഈ സമയം ഇതാ എല്ലാ മക്കളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, സ്വർഗത്തോളം എത്തട്ടെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ, എല്ലാ മക്കളുടെയും ആകുലതകള്, കണ്ണുനീരിന്റെ നൊമ്പരങ്ങള്, ഉത്കണ്ഠകള്, സഹനത്തിന്റെ രാത്രികള്, മനസ്സും അടുത്തു പോകുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്തുകൊണ്ട്, ഈശോയെ, ഈ ദാനിയേലിനെ പോലെ ഈ സിംഹത്തിന്റെ കുഴിയിൽ എന്നതുപോലെ ഒറ്റപ്പെടലിന്റെ രാത്രികളില് ഞാൻ ആയിരിക്കുകയാണ്. ആരുമില്ലാത്ത പ്രതീക്ഷയുടെ രാത്രികൾ എന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, അങ്ങനെ ഓർമ്മിക്കണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, അങ്ങ് തന്നെ ഓർക്കണേ. ഈശോയെ, മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു എലിസബത്ത് കർത്താവിന്റെ സന്നിധിയില് രാപകലില്ലാതെ കരഞ്ഞുകൊണ്ട്, കർത്താവെ നീ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത് കേൾക്കുകയാണ്. നീ എന്നെ ഓർക്കണേ ഈശോയെ. നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. എത്ര പേര് മറന്നുപോയാലും മറക്കാനാവാത്ത വിധത്തിൽ പേരുകൾ ഉള്ളെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് ഇന്ന് നമ്മളെ ഓർക്കണം. ഈശോയെ, അമ്മ മറന്നാലും മറക്കാത്ത എന്റെ കർത്താവ്, പ്രിയപ്പെട്ടവർ മറന്നുപോയാലും മറന്നുപോകാത്ത എന്റെ കർത്താവ് എന്നെ ഓർക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ മനസ്സ് തുറന്ന് ആരാധിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. എല്ലാ സഹനത്തിന്റെ ചൂളയിൽ നിന്ന് എല്ലാ മക്കളെയും അവിടുന്ന് വീണ്ടെടുക്കണം ഈശോയെ. കർത്താവെ, ഈ മക്കളുടെ വേദനയുടെ ആഴം ഒത്തിരി വലുതാണ് കർത്താവെ, ഒരുപാട് വലുതാണ് കർത്താവെ. ഈ മക്കളെ അവിടുന്ന് ഒന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഹൃദയത്തിൽ അനുഭവിക്കുന്ന സഹനത്തിന്റെ വേദനകളുടെ ആഴത്തെ ഉള്ളു തുറന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈശോയെ, എന്റെ കർത്താവെ എന്നെ ഓർക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ, മഹത്വം, മഹത്വം. മനസ്സു തുറന്ന് ആരാധിക്കട്ടെ, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി, ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ഇല്ലായ്മകളിൽ ഇടപെടുന്ന കർത്താവിനെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ശക്തനായ കർത്താവേ, മഹോന്നതനായ കർത്താവേ, രാജാതിരാജനായ കർത്താവേ, അത്യുന്നതനായ കർത്താവേ, അവിടുന്ന് ഈ മക്കളുടെ ജീവിതത്തിന്റെ സഹനത്തിന്റെ കുഴിയിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് വിശ്വസിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ചേ. ഈശോ, 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 ഈശോ. സഹനത്തിന്റെ ചൂളയിൽ നിന്ന് ഈ മക്കളെ വീണ്ടെടുക്കണേ അപ്പാ. സഹനത്തിന്റെ ചൂളയിൽ നിന്ന് ഈ മക്കളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോ, ഇവര് കടന്നു പോകുന്ന എല്ലാ വേദനകളെ ഈ സഹനത്തിന് ഉത്തരം ചോദിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഈശോ ഏറ്റെടുക്കണേ, ഈശോ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വന്ന് നിറയണമേ, വന്ന് വസിക്കണമേ, കുറവുകൾ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന ദിവസത്തിലെ ശുശ്രൂഷ ഏറ്റെടുക്കണമേ, ശക്തമായ ദൈവിക ഇടപെടലുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം, ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം വലിയ പരിശുദ്ധാത്മ നിറവിലേക്ക് നിറഞ്ഞാഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കർത്താവിന്റെ ആത്മാവേ, വന്ന് നിറയണമേ. ഈ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാവാൻ യേശുവേ, ആരാധന. കർത്താവേ, ആരാധന. തീർക്കാനായി എല്ലാ വേദനകളെയും ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ, എല്ലാ കണ്ണുനീരുകളെയും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഈ സമയം വ്യാപരിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ. കർത്താവേ, ഈ മക്കള് സഹനത്തിന്റെ ചൂളയിലൂടെ കടന്നു പോകുന്ന മക്കളാണ്. എന്റെ പരിശുദ്ധാത്മാവേ,
ഇറങ്ങി വാ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു നീ വാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവെ വന്ന് നിറയണമേ. ആരോരുമില്ലാത്ത മക്കള്, ഭാരപ്പെടുന്ന മക്കള്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കള്, എല്ലാ ജീവിതങ്ങളെയും ഈശോയുടെ കരങ്ങളിലോട്ട് നമുക്ക് കൊടുക്കാം. ഈശോയെ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ. ആത്മാവേ കവിഞ്ഞൊഴുകണമേ. എല്ലാ വേദനകളും ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ വന്ന് നിറയണമേ. ദൈവത്തിന്റെ ആത്മാവേ വന്ന് നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് നിറയണമേ. നിങ്ങളുടെ സ്നേഹത്താൽ, അങ്ങയുടെ ചൈതന്യത്താൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കളുണ്ട്. സങ്കടം കൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന മക്കളുണ്ട്. മടുത്തുപോകുന്ന ജീവിതങ്ങളുണ്ട്. പരിശുദ്ധാത്മാവേ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ ആത്മാവേ വന്ന് നിറയണമേ. ഈശോയുടെ ആത്മാവേ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ വിളിച്ച് ആരാധിക്കട്ടെ. ഈശോയെ ആരാധന, എന്റെ ഈശോയെ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങ് വന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാവിധ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ നിറയണമേ. ആത്മാവേ കവിയണമേ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ എല്ലാ സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളെയും തൊരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ തടസ്സങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ തടസ്സങ്ങൾ മാറട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കളുണ്ട്. ഈശോയെ അങ്ങൊരു ബലം കൊടുക്കണമേ. ഈശോയെ അങ്ങ് ഈ മക്കളുടെ അടുത്തിരിക്കണേ. ഈശോയെ കർത്താവെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഏറ്റെടുക്കണേ. ഈശോയെ നൽകണേ. പരിശുദ്ധാത്മാവേ എല്ലാവിധ വേദനകളും മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അവിടുന്ന് ശക്തമായി വന്ന് വസിക്കണമേ. അവിടുന്ന് ശക്തമായി വന്ന് നിറയണമേ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഈ പ്രാർത്ഥനയെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സഹനത്തിന്, ഇതൊരു സഹനമാണ്. കർത്താവ് ഒരു സഹനം നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. അത് എത്ര കാലമാണ് ഓരോരുത്തരുടെ ജീവിതത്തിലെ സഹനമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഈശോ ഒരു സഹനത്തിന്റെ വിളി ഈ സമയത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുന്നതെന്ന് പറയുന്ന വലിയൊരു സഹനം തന്നെയാണ്. ഈശോ എന്റെ സഹനത്തിന്റെ നിമിഷങ്ങൾ, അതുകൊണ്ടാണ് കർത്താവ് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നത് ദാനിയേല് സിംഹക്കുഴിയിൽ കിടക്കുന്ന സമയമാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ദാനിയേലിന്. ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അത്രയും ദൈവം ഇഷ്ടപ്പെടുന്ന ദാനിയേലിനെ കർത്താവ് അനുവദിക്കുകയാണ് സിംഹത്തിന്റെ കുഴിയിൽ എറിയുവാനായിട്ട്. കർത്താവ് നിശബ്ദനാവുകയാണ്. കർത്താവ് നിശബ്ദനാകുമ്പോൾ രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുകയാണ്. അത് ഒരു ദിവസമല്ല പ്രിയപ്പെട്ടവരെ. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേല് കിടക്കുന്ന ഒരു ദിവസമല്ല, 7-ാം ദിവസമാണ് രാജാവ് ദാനിയേലിനെ കാണാനെത്തുക. 6 ദിവസങ്ങളും സിംഹത്തിന്റെ കുഴിയുടെ ഏകാന്തതയിൽ ക്രൂരരായ സിംഹങ്ങളുടെ മധ്യത്തിൽ ദാനിയേൽ ആയിരിക്കുകയാണ്. ഒരു വലിയ സത്യമുണ്ട്. കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ച് സിംഹങ്ങളുടെ വായടച്ചു എന്നുള്ളത് വലിയ സത്യമാണ്. എന്നാൽ മനുഷ്യ ശരീരമാണ്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പലതും ആഗ്രഹിക്കുന്ന ദാനിയേലിന് അതൊന്നും ലഭിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. 7 ദിവസവും സിംഹങ്ങൾക്കും ഒരു ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല. കാരണം സിംഹങ്ങൾ അങ്ങനെയെങ്കിലും ദാനിയേലിനെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ ഇടപെട്ടു. എന്നാൽ പിന്നീടുള്ള 6 ദിവസങ്ങൾ ഒരു ഇരുളിന്റെ യാത്രയാണ്. ആ ഇരുളില് ആരുണ്ട് എന്ന് നമുക്കറിയില്ല. ദാനിയേൽ ജീവിതത്തിൽ അനുഭവിച്ച് കടന്നുപോയ ഒരു വേദന നമുക്കറിയാം. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകനായ ഈശോ പിലാത്തോസിന്റെ അരമനയിൽ ചമ്മട്ടിയടി ഏൽക്കപ്പെട്ട് അവൻ ഒരു രാത്രി പിലാത്തോസിന്റെ അരമനയിലെ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഒരു രാത്രിയുണ്ട്. ജീവിതത്തിന്റെ ഒരു ഏകാന്തതയുടെ ഒരു രാത്രി, ആരോരുമില്ലാത്തൊരു രാത്രി, വളരെയേറെ വിങ്ങിപ്പൊട്ടുന്ന വേദനയുടെ ഒരു രാത്രിയുണ്ട്. ഒരു പരിധിവരെ എനിക്ക് ചിലപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാത്ത നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ്. കർത്താവ് ഇടപെടാൻ വേണ്ടി കണ്ണുനീരിന്റെ രാത്രികളെ ചെലവഴിക്കുന്ന ഒരു ജീവിതങ്ങളാണ് നിങ്ങൾ. അത്രമാത്രം വേദനയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ദാനിയേലിന്റെ ജീവിതത്തിൽ 7-ാം ദിവസമാണ് ഹബക്കൂക്ക് വഴി ദൈവം അവന് ഭക്ഷണം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദാനിയേൽ പറഞ്ഞൊരു വചനമാണ്, കർത്താവെ നീ എന്നെ ഓർത്തല്ലോ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ ഹന്നാ പറഞ്ഞു. കർത്താവ് തന്റെ ദാസിയെ കടാക്ഷിച്ച് എനിക്ക് അപമാനം നീക്കിക്കളയും. എലിസബത്ത് പറഞ്ഞു, കർത്താവ് എനിക്കുണ്ടായ അപമാനം നീക്കിക്കളഞ്ഞു, എന്നെ കടാക്ഷിച്ചു. അതുകൊണ്ട് ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട്. ഈ സഹനത്തിന്റെ ഓരോ മൊമെന്റുകളും ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട് എന്നൊരു ചിന്ത ഇന്ന് നിങ്ങളോട് ആദ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. രണ്ടാമതായിട്ട്, ദൈവം ഒരു സഹനം നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഈശോയുടെ വചനം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമുക്കറിയില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സത്യമാണ്. ദൈവം അറിഞ്ഞ് അനുവദിച്ച് ഒരു കുഞ്ഞിനെ നമുക്ക് നൽകണം. എന്നാല് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വചനങ്ങളിൽ നമ്മളൊരു കാര്യം കാണുകയാണ്. യെശയ്യാ 55-ന്റെ 8-9 വചനങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവം പറഞ്ഞൊരു വചനമാണ്. നമുക്കതൊന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഈശോ പറയുകയാണ്, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നിങ്ങളെ കടത്തിവിടുന്നുണ്ട് എങ്കിൽ, കർത്താവ് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ഒരു കുഞ്ഞിനെ തരാം, അല്ല എങ്കിൽ ഈശോ നിങ്ങളെ മറ്റൊരു ദൗത്യത്തിനായി വിളിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം കൂടി വചനത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനുണ്ട്.
ഒരുപക്ഷെ മറ്റൊരു വലിയ ദൗത്യമായിരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കും. എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 22 വർഷത്തിലേറെ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. എക്സാക്ട് വർഷം എനിക്ക് അറിഞ്ഞുകൂടും. പക്ഷെ അവര് ചെയ്യുന്ന ദൈവരാജ്യ വേലകള് ഒത്തിരി വലുതാണ്. ആ ചേട്ടനും ചേച്ചിയും അവിടെയുള്ള എല്ലാവരുടെയും അപ്പനും അമ്മയുമാണ്. ആരസുഖമായി കിടക്കുന്നു അവിടേക്ക് ഓടും അവര്. ആ ചേട്ടൻ തന്നെ ആ ഇടവകയില് യൂത്ത് ധ്യാനത്തിന് 30 പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞ വർഷം. ഇമ്പോസിബിൾ ആണ്. എന്നിട്ട് ആ ചേട്ടൻ തന്നെ ആ പിള്ളേരുടെ എല്ലാം ഗാർഡിയനായിട്ട് എനിക്ക് ഇത് എഴുതി തരികയാണ്. ഇത് കൺസെന്റ് ഫോം എഴുതി സൈൻ ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു കൊച്ചു ഒരുപാട് ബഹളം വെക്കുകയാണ്. അവന്റെ അപ്പനും അമ്മയും അവനെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ ഇത്രയും ബഹളം വെക്കുന്നു, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആണ്, ഞാൻ എന്ത് ചെയ്യണം? സിസ്റ്റർ ആ അങ്കിളിനെ ഇങ്ങോട്ട് വിളിച്ചു. അങ്കിള് വരും. എവിടുന്ന 2.5 മണിക്കൂർ അകലെയാണ് അങ്കിള്. ഞാൻ പെട്ടെന്ന് അങ്കിളിനെ വിളിച്ചു. ഉടനെ ആ ചേട്ടൻ പറയണം, ഒന്നും വിഷമിക്കണ്ട സിസ്റ്ററെ, ഞാൻ ഇതാ വണ്ടി തിരിക്കുകയാണ്. അതായത് ഓരോരുത്തരെയും സ്വന്തം മക്കളായി കരുതുന്ന മറ്റൊരു ദൗത്യം ദൈവം ചിലപ്പോ നമുക്ക് വെച്ചിട്ടുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുകയാണ്. സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ ദൈവം എപ്പോൾ സന്ദർശിക്കാൻ ദാനിയേലിനെ അറിയില്ല. ബട്ട് ഹീസ് ദയർ. അവന്റെ മനസ്സ് മുഴുവൻ ദൈവത്തിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തോടൊപ്പം നടന്ന ഒരു ദാനിയേലിന്റെ ജീവിതമാണ് നമ്മൾ കാണുക. പിന്നെ ഈശോയുടെ കൂടെ നടക്കുമ്പോ സഹനത്തിന്റെ വഴികൾ നമുക്കുണ്ട്. ദൈവത്തിന്റെ വഴി എന്താണ്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്, ദൈവിക പദ്ധതികൾ എന്താണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടും. അവിടെ ഈശോയുടെ വചനം പറയുകയാണ്, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, എന്റെ വഴികൾ നിങ്ങളുടേതുപോലെയുമല്ല. ആകാശത്തിലെ ഭൂമിക്ക് മുകളിൽ നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് എന്റെ ചിന്തകളും എന്റെ വഴികളും. ഒരു വലിയ സത്യമുണ്ട്, ദൈവം നമ്മെക്കുറിച്ച് ഒരുക്കിയിരിക്കുന്നത് ചെറിയ പ്ലാൻ അല്ല, വലിയ പ്ലാനാണ്. അത് വലിയൊരു സത്യമാണ്. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഈശോയ്ക്കുള്ള പ്ലാനുകൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറത്താണ് എന്നുള്ളത് വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കാൻ, വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഒത്തിരി കരഞ്ഞ രാത്രികളുണ്ട് സിസ്റ്ററെ. എനിക്കൊരു കഴിവുമില്ല, ആരും എന്നെ മനസ്സിലാക്കില്ല, എനിക്കൊരു ജോലി എടുക്കാൻ പോലും എനിക്കൊരു കഴിവില്ല. എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. എല്ലാവരും എന്നെ കളിയാക്കി കടന്നു പോകുന്ന ഈ സമയത്ത് ഞാൻ എന്റെ ഈശോയുടെ മുൻപില് ആരാധന മുമ്പ് ചങ്കുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് ഈശോ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവത്തിന്റെ സമയം എന്താണെന്ന് നമുക്കറിയില്ല. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോ ഈശോയുടെ വലിയ പ്ലാൻ എന്താണെന്ന് കൂടി ഈ നാളുകളിൽ ദമ്പതികൾ തിരിച്ചറിയണം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ് ഈശോ ഈ കാലഘട്ടത്തിൽ ഈ നാളിൽ എന്താണ് ഈശോ നിങ്ങൾ ആഗ്രഹിക്കുക? ബ്രൂണി പറഞ്ഞതുപോലെ ഒരുപക്ഷെ പ്രോലൈഫിന്റെ വക്താക്കളായി മാറാനുള്ള ഒരു കാലഘട്ടമായിരിക്കും, അല്ലെങ്കിൽ അനേക ജീവിതങ്ങളുടെ വേദനകൾ ഏറ്റെടുക്കാനുള്ള ഒരു കാലഘട്ടമായിരിക്കാം. ഈശോ അതിനുവേണ്ടി അനേക വ്യക്തികളുടെ കണ്ണുനീരൊപ്പാനൊക്കെയുള്ള ഒരു വിളിയുടെ ഒരു ദൗത്യം ഈശോ നമുക്ക് നൽകിയുണ്ട്. ഒരു സ്പിരിച്വൽ മദർഹുട്ടും ഫാദർഹുട്ടും ഈശോ നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അനേക സെയിൻസ് അവരൊന്നും യഥാർത്ഥത്തിൽ ബയോളജിക്കൽ പേരൻസ് അല്ല, അവർ യഥാർത്ഥത്തില് അപ്പനും അമ്മയും ആയിട്ടുള്ള സെയിൻസ് അല്ല. ബട്ട് അവരെല്ലാവരും ഇന്ന് അനേകരുടെ പിതാക്കന്മാരും മാതാക്കന്മാരുമായി മാറിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, തിമോത്തി എന്റെ സ്വന്തം വിശ്വാസത്തിൽ എന്റെ പുത്രനാണ്. പൗലോസ് പറയുന്ന കാര്യമാണ്. 1 തിമോത്തി 1-ാം അധ്യായം 2-ാം വചനം, തിമോത്തി എന്റെ സ്വന്തം പുത്രനാണ്, വിശ്വാസത്തിൽ എനിക്ക് ജനിച്ച പുത്രനാണ്. അപ്പൊ അനേകരുടെ അപ്പനും അമ്മയും ആകാനുള്ള ഒരു വിളി കൂടി ഈശോ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിന്റെ നാളിൽ നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ കാണാറുണ്ട് ഒത്തിരി മക്കള് സ്വന്തം അപ്പനെ അമ്മയേക്കാൾ അധികമായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മക്കളില്ലാത്ത ദമ്പതികളുടെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചു ആശ്വാസം കണ്ടെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ മുൻപിലായിരിക്കാം. ഞാൻ ഈ അടുത്ത നാളില് മറ്റൊരു ഫാമിലിയെ പരിചയപ്പെടാനിടയായി. കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 30-32 വർഷത്തോളമായി. 2 പേർക്ക് മക്കളില്ല. പക്ഷെ ആ ചേട്ടന്റെ മുഖത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ചേട്ടനും കൂടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സിസ്റ്ററെ, എന്താ തരേണ്ടത്, മറ്റുള്ളവർക്ക് എന്താ കൊണ്ടുപോയി കൊടുക്കണ്ടേ, സിസ്റ്റർ വന്നൊന്ന് വർത്താനം പറഞ്ഞാൽ ഞങ്ങളോട് കൂടി ഇരിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വെമ്പൽ കൊള്ളുന്ന അപ്പനും അമ്മയും കാണാനായിട്ട് പറ്റുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം അതാണ്, നമ്മുടെ ചിന്തകൾ പോലെ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വഴികൾ പോലെ അല്ല ദൈവത്തിന്റെ വഴികൾ. അതെല്ലാം നമ്മുടെ ചിന്തകളെക്കാൾ വഴികളെക്കാൾ ഒത്തിരി മുകളിലാണ്. പക്ഷെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ. ഈശോയുടെ മുമ്പിൽ വാശി പിടിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങളോട് പറയുന്നില്ല. മറിച്ച് ഈശോയെ, എന്റെ ഇഷ്ടങ്ങളല്ല നിന്റെ സ്വർഗത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം.
ഈശോ നിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഒരു സ്ത്രീയായി, ഒരു പുരുഷനായി ഈശോ നിന്നെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് ജന്മം കൊടുക്കാനായിട്ട് കർത്താവ് അനുവദിച്ചു. അങ്ങനെ ഈശോ ഈ ഭൂമിയിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്ന ഈ നാളുകളിൽ അനേക ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോയിട്ടുണ്ട്. നീ ഇന്ന് ഈശോയോട് ചോദിക്കണം, ഈശോയെ എന്നെക്കുറിച്ചുള്ള നിന്റെ പ്ലാൻ എന്താണ്? എന്താണ് ഈശോ? എന്റെ കുഞ്ഞു ബുദ്ധിയില്, എന്റെ ചിന്തയില് എനിക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്റെ കൺമുമ്പില് ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദനയിലാണ് ഞാനെങ്കിൽ ഈശോയോട് പറ. എനിക്ക് പറ്റുന്നില്ല കർത്താവെ. പലതിനെയോർത്ത് വേദനിച്ച് മനസ്സ് മരവിച്ച് താന്നിരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകാം. കർത്താവെ, ആർക്കും വേണ്ടാത്തൊരു ജന്മമായിട്ട് മാറിയോ എന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് എടുത്തു വെച്ചിട്ട് കർത്താവിന്റെ പദ്ധതി നിന്റെ ജീവിത പങ്കാളിക്ക് നിനക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന ഈശോയെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, പരിശുദ്ധാത്മാവേ മഹത്വം. എല്ലാ മക്കളുടെ മേൽ ഈശോയുടെ വലിയ പദ്ധതി, പ്ലാന് വെളിപ്പെടട്ടെ. ഈശോയ്ക്ക് എത്രയോ പ്രിയപ്പെട്ടവരാണ് മക്കളെ, ഈശോയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. ദൈവസ്നേഹത്തിന്റെ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ സ്നേഹത്തിന്റെ സൃഷ്ടികളാണ്. ഈശോയെ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സഹനങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ എന്താണ് നിന്റെ പ്ലാൻ എന്ന്, നിന്റെ വഴി എന്താണെന്ന്, നിന്റെ ചിന്ത എന്താണെന്ന് അത് കണ്ടെത്താനുള്ള വലിയ കൃപ നീ എനിക്ക് നൽകണേ ഈശോയെ. എന്റെ ജീവിതത്തിലേക്ക് അത് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്റെ ഈശോയെ, അങ്ങയുടെ കരുണയിലേക്ക് സമീപിക്കണം ഈശോയെ. നിന്റെ മക്കളെ സമീപിക്കണം ഈശോയെ. കർത്താവെ, കരുണയോടെ കടാക്ഷിക്കണം ഈശോയെ. വലിയ ദയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കട്ടെ. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, നിന്റെ പദ്ധതി എന്താണ് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേ. ഇനി ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അത് ലഭിക്കുന്നില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, അതിനെയോർത്ത് കരയുന്ന ഒരു രാത്രികളാണ് എന്റെ മുൻപിലുള്ളത് എങ്കിൽ, ഈശോയെ എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി തരണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന്റെ മുൻപിൽ യെസ് പറഞ്ഞവളാണ്. മുമ്പിലെ പ്രതിസന്ധികളിലൂടെയുള്ള യാത്രയിലും അമ്മ എപ്പോഴും ദൈവത്തോട് യെസ്, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു അമ്മയുണ്ട്. ഇന്ന് നിങ്ങൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോ, ഈശോ ഇതെല്ലാം എന്റെ ആഗ്രഹങ്ങളാണ്, എന്റെ സ്വപ്നങ്ങളാണ്. അങ്ങ് ഗത്സമനിയില് മനസ്സു നീറി അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങ് പറഞ്ഞു, പിതാവേ, അങ്ങ് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എടുത്തു മാറ്റണം, ഇതെന്റെ ആഗ്രഹമാണ്. എന്നാലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഇന്ന് എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കോളാണ്, വലിയൊരു വിളിയാണ്. നിന്റെ ജീവിതത്തിലെ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്
വലിയ ഒരു വിളിയാണ്, വലിയൊരു വിളി. അത് വലിയ ബ്ലെസ്സിങ്ങാണ്. ഇവിടെ ഇരിക്കുന്ന മക്കളുള്ളവരും മക്കളില്ലാത്തവരുമായ വ്യക്തികള് എന്നും കണ്ടെത്തേണ്ട ഒരു വലിയ കാര്യമാണ്, എന്താണ് ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ. എന്ത് വിളിയാണ്, അതൊരു വലിയ വിളിയാണ്. അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വലിയൊരു ഉറപ്പ് തരുന്നൊരു കാര്യമുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 1 വചനമാണ്. യെശയ്യാ 54 1 വചനം ഇങ്ങനെ പറയുകയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാഗ്രിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാൾ അധികം. ഈശോയുടെ വലിയൊരു വചനമാണ്, കർത്താവിന്റെ വചനം പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ദൈവത്തിന്റെ കോള്, ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു വചനത്തിന്റെ ആഴമാണ് 54 അധ്യായം 1 വചനം. ഒരുപക്ഷെ ഈ ജീവിത കാലഘട്ടത്തില് ഈ ഭൂമിയിലായിരിക്കുന്ന ഈശോ ഒരു കുഞ്ഞിനെ, നിനക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ, നിന്റേതായ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ഒരുപക്ഷെ നിനക്ക് പറ്റിയെന്ന് വരുന്നില്ല എങ്കിൽ പോലും ഈശോ പറയുകയാണ്, ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ അധികമായി കുഞ്ഞുങ്ങളെ കർത്താവ് നിനക്ക് നൽകും. ദൈവത്തിന്റെ വലിയൊരു വചനമാണ്. അതൊരു മറ്റൊരു വ്യാഖ്യാനമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ, ഈശോയെ എന്റെ ഇഷ്ടങ്ങളല്ല നിന്റെ ഹിതം, ആ കർത്താവിന്റെ ഹിതം അതെന്തെങ്കിലും ആട്ടെ, കർത്താവ് കുഞ്ഞുങ്ങളെ തന്നാൽ അത് ഒത്തിരി സന്തോഷം, ഒരുപാട് ആഗ്രഹത്തോടെ അത് സ്വീകരിക്കാം. ഇനി അതല്ല എങ്കിൽ ഈശോ തരുന്നത്, ഈശോ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്താണോ ആ ദൈവഹിതത്തിന് കീഴടങ്ങാനുള്ള ഒരു കൃപ നിങ്ങൾ ഈശോയോട് ചോദിക്കണം. ഈശോ തരില്ലെന്നൊന്നും ഞാൻ പറയില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ചോദിക്കണം, ഒക്കെയുണ്ട്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ മുമ്പിൽ പറയാം, ഈശോയെ എന്റെ ഇഷ്ടങ്ങളല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എപ്പോഴൊക്കെ നമ്മൾ ദൈവഹിതത്തിന് മുമ്പിൽ എസ് എന്ന് പറയുന്നു, അവിടെയാണ് ഈശോ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക. ഈശോ ഗത്സമനയില് പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസിന്റെ അരമുന മുതൽ ഗാഗുൽത്ത വരെ കുരിശെടുക്കാനുള്ള കൃപയുടെ നിഴലായി പിതാവായ ദൈവം പുത്രനോട് കൂടെയുണ്ടായിരുന്നു. വീണിട്ടും എഴുന്നേറ്റ് കുരിശെടുത്ത് കാൽവരിയിലേക്ക് ഈശോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന്റെ മുമ്പിൽ യെസ് പറഞ്ഞ ഈശോയുടെ മുമ്പിൽ പിതാവ് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ സങ്കടങ്ങളുടെ ഈ രാവും പകലും ഒക്കെ നിങ്ങൾ കഴിച്ചു കൂട്ടുമ്പോ ഇന്ന് നിങ്ങൾ ഈശോയോട് പറയണേ, ഈശോയെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കട്ടെ, ഈശോയോട് പറയണേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അപ്പോൾ ഈശോ നമ്മുടെ ഒപ്പം നടക്കാൻ തുടങ്ങും, ഈശോ നമ്മുടെ കൂടെ വരാൻ തുടങ്ങും. നമ്മുടെ ഒപ്പം ഈശോ നടക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ജീവിതം ഒരു ഭാരമാകില്ല, ഈ ജീവിതം സങ്കടമായി മാറില്ല, ഈ ജീവിതത്തിന് മറ്റൊരു മാനം നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിന്റെ വഴികളുടെ മുൻപിൽ ഈശോ ഏത് തരത്തിലുള്ള ഒരു പേരന്റിങ്ങിലേക്കാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ള ആ ഒരു വഴിയുടെ മുൻപിൽ ഓപ്പൺ ആയിട്ട് നമുക്കിരിക്കാം. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാനായിരിക്കും, ചിലപ്പോൾ ഒരു ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും, ദത്തെടുത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി, കണ്ണീരൊഴുക്കുന്നവർക്ക് വേണ്ടി, ക്യാൻസർ ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ദൈവം ഒരു വലിയൊരു അവസ്ഥ നമുക്ക് നൽകുകയാണ്. ചിലപ്പോൾ ഒരു മെന്ററിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കാനുള്ളൊരു വിളി എന്താണ് ഈശോ നമുക്ക് നൽകുന്നതെന്ന് അറിയില്ല. കർത്താവ് നമുക്ക് തരുന്ന വഴിയുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കണമെന്ന് ഈശോ ഈ കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മള് എനിക്ക് കുഞ്ഞിനെ മതി, ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് കരയുന്നതിനപ്പുറത്ത് ഇങ്ങനൊരു ചിന്തകൾ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. ഈശോ തരുന്ന വഴിയുടെ മുൻപിൽ ഓപ്പൺ ആയിട്ടിരിക്കാൻ, കർത്താവിന് വേണ്ടി നടക്കാനുള്ള കൃപയുടെ തലം നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്. ഈശോയെ നീ അത് എനിക്ക് നൽകണമേ, എന്റെ ജീവിതത്തിലേക്ക് നീ അത് പങ്കുവെച്ച് തരണമേ എന്ന് നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളും ഈശോയുടെ മുൻപിലേക്ക് ആ ഒരു തലം, കർത്താവെ ദൈവത്തെ ഈ ലോകത്ത്, പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, സങ്കീർത്തകൻ പറയുന്നുണ്ട് കൂടിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന്. നമുക്കറിയില്ലല്ലോ എത്ര കാലം എത്ര നാള് എന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തില് സ്വർഗരാജ്യത്തിന്റെ മുൻപിലെത്തുമ്പോ സ്വർഗത്തിലൊരു പ്രവേശനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സഹനത്തില് ദൈവഗതത്തിന്റെ മുൻപില് നമ്മൾ യാത്ര ചെയ്യുമ്പോ ഈശോ നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് അനുഗ്രഹിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് ബലപ്പെടുത്തും. കർത്താവ് കൂടെയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ചേ, ഈശോയെ ഇന്ന് ഞാൻ ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോ
എന്നെക്കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ മുൻപില് കീഴടങ്ങാനുള്ള വലിയൊരു കൃപ ഈശോയെ നീ എനിക്ക് നൽകണമേ. അതെന്തുമായിക്കൊള്ളട്ടെ, എന്നെക്കുറിച്ചുള്ള എന്റെ ഈശോയുടെ തിരുഹിതം എന്താണെങ്കിലും അത് മനസ്സിലാക്കി അത് കണ്ടെത്താനുള്ള വലിയൊരു കൃപ ഈ ദാമ്പത്യ ജീവിതത്തില് ഈശോയെ നൽകണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈശോ അത് ആഗ്രഹിക്കുകയാണ്. കർത്താവെ, അതെനിക്ക് മനസ്സിലാക്കി തരണേ. ഈശോയെ, ഈ ഒരു തലം ദൈവഹിതത്തിന്റെ മുൻപിലേക്ക് നിങ്ങൾ കീഴടങ്ങുമ്പോ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോ കർത്താവ് വലിയ മിറക്കിളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പരിശുദ്ധ അമ്മയോട് പരിപൂർണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കുറച്ചു നേരം മുമ്പ് ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, ഒരു മനസ്സമാധാനവും ഇല്ല, എത്ര നാള് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തില് ഒരു ദിവസവും ജീവിക്കുന്നുള്ളെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കൊരു കൃപ ഈശോയോട് ചോദിക്കണം. നിങ്ങൾ ഈശോയോട് ചോദിക്കണം. അതിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, ഈശോയുടെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഈശോയെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞിനെ തരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞാൻ സ്വീകരിക്കും. ഇനി അതല്ല നിന്റെ ഇഷ്ടമെങ്കിൽ മറ്റേതു വഴിയാണെങ്കിലും അത് നീ എനിക്ക് തുറന്നു തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഈശോയുടെ മുൻപില് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോ, ദൈവഹിതത്തിന് നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപയാണ് സമാധാനം എന്നുള്ളത്. ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ഈ ആളുകൾക്ക് ഒത്തിരി പേർക്കൊക്കെ ധ്യാനം നടത്തുമല്ലോ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്ത ദമ്പതികളോട് എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റും. അനേക വ്യക്തികൾക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ ഞാൻ ആദ്യം പല ഇടവുകളും ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താണ് ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത്? നമുക്കറിയാം, വിദേശത്തൊക്കെ വന്ന് അത്യാവശ്യം ജോലിയും വീടും സാമ്പത്തികം ഒക്കെ ആയിട്ട് മെച്ചപ്പെട്ടു പോകുന്ന ജീവിതങ്ങളോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുക? ഒരു 95% ആളുകളും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഞങ്ങൾക്ക് സമാധാനം മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞുണ്ടായത് കൊണ്ട് മാത്രം ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പേരൻസ് കുഞ്ഞുങ്ങളെ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം സമാധാനം ലഭിക്കാത്തൊരു തരത്തിലൂടെ കടന്നു പോകും. കുഞ്ഞുണ്ടാകേണ്ടിയിരുന്നില്ല, ഇവൻ മരിച്ചിരുന്നെങ്കിൽ, ഇവള് മരിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു വേദന വലിയൊരു വേദന. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായി എനിക്ക് ലഭിച്ചാൽ അതോടുകൂടി എന്റെ എല്ലാ സങ്കടങ്ങളും മാറി. നോ, ഒരുപക്ഷെ ദൈവം ഈ ഒരു സഹനത്തിലൂടെ ആയിരിക്കും നിങ്ങളെ കടത്തിവിടുന്നേ. നിങ്ങൾ ഇന്ന് ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങളെ കീഴടക്കിയാൽ കർത്താവ് അഗാധമായ സമാധാനം നിങ്ങൾക്ക് നൽകും. ഒരു ചേച്ചി, ഞാൻ എല്ലാ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ പറയുമ്പോൾ പറയുന്ന ഒരു ചേച്ചിയുണ്ട്, എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ചേച്ചി. കല്യാണം കഴിഞ്ഞ് 24 വർഷത്തിലേറെയായി. 21 വയസ്സുള്ള ഒരു പെങ്കൊച്ചുമുണ്ട്. അവള് കിടന്ന കിടപ്പിലാണ്, ഒറ്റ കൊച്ചേ ഉള്ളൂ. കിടന്ന കിടപ്പില് ചേച്ചി ഇപ്പോ എന്നോട് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇടുകയാണ്, സിസ്റ്ററെ, കൊച്ചു ചിരിക്കുന്നില്ല, അവൾക്ക് എന്തോ പറ്റി, അവള് ചിരിക്കുന്നില്ല, കിടന്ന കിടപ്പിലാണ്. ഒരു പെൺകുട്ടിയാണ്, 21 വയസ്സോളമായി. നിങ്ങൾ നോക്കണം, രാപ്പകൽ എന്നില്ലാതെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആ കൊച്ചിങ്ങനെ ഒരു കെട്ടിവെച്ച കട്ടിലേക്ക് കിടക്കുകയാണ്. എഴുന്നേറ്റിരിക്കാൻ അതിന് പറ്റില്ല, തന്നെ അത് ഭക്ഷണം കഴിക്കില്ല. 21 വർഷക്കാലം ഭർത്താവ് ഇതെല്ലാം കണ്ടങ്ങ് മടുത്തു. മനസ്സും മടുത്തിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എല്ലാം നാട്ടിലോട്ട് പോകും. പിന്നെ വരുന്നത് ചിലപ്പോൾ 5 മാസം 6 മാസം കഴിയുമ്പോഴായിരിക്കും. ഈ രാത്രിയും പകലും എല്ലാം ഈ കുഞ്ഞിന്റെ കൂടെ ഈ സ്ത്രീ ഇരിക്കുമ്പോ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ഇടും, സിസ്റ്ററെ, എന്റെ ചോരയിൽ പിറന്ന എന്റെ സ്വന്തം കുഞ്ഞാണ്, പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഇവളെ ഈശോ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഒരമ്മയാണത് പറയുന്നത്. അത് കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, സഹനത്തിന്റെ നടുവിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ല ദൈവത്തിന്റെ പദ്ധതി എന്താണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഈശോ ഇപ്പോൾ ഒരു കുഞ്ഞിനെ തരാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പദ്ധതിക്കും നീ കീഴടങ്ങുക. നിനക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, സമാധാനത്തിന്റെ ഒരു ജീവിതം. ഈശോയെ, നിന്റെ ഇഷ്ടം എന്താണോ ആ ദൈവഹിതത്തിന് കീഴടങ്ങുമ്പോ ആദ്യം തരും നമുക്ക് സമാധാനമാണ്.
രണ്ടാമതായിട്ട് ഈശോ നമുക്ക് തരുന്നത്, കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്, നീ ദൈവത്തിന് മുമ്പിൽ കീഴടക്കി കഴിയുമ്പോൾ, ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈശോ നിനക്ക് വലിയൊരു വിശ്വാസത്തിന്റെ വളർച്ച തരും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം വിശ്വസിക്കുന്നെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം ദൈവം തരുമെന്നുള്ള വിശ്വാസമാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ആ വിശ്വാസത്തിനൊരു വളർച്ചയെന്ന് പറയുന്നത് എന്റെ ജീവിതത്തില് എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിലുള്ള വിശ്വാസം. അതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഹബക്കൂക്ക് പ്രവാചകൻ ചെറിയ പ്രവാചകനെയാണ്. ബൈബിളില് 3 അധ്യായങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയും. ഈ പ്രവാചകന്റെ പ്രത്യേകത ഒരു പരിധിവരെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നിരന്തരം ആവലാതിപ്പെടുന്ന ഒരു പ്രവാചകനെയാണ്. 1-ാം അധ്യായം എഴുതി വെച്ചിരിക്കുകയാണ്. പ്രവാചകൻ ആവലാതിപ്പെടുകയാണ്. എന്തേ നീ കാണുന്നില്ലേ? കർത്താവെ, എത്ര നാൾ സഹായത്തിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അങ്ങത് കേൾക്കാതിരിക്കും. എത്ര നാൾ ഞാൻ കണ്ണീരൊഴുക്കും, എന്തേ നീ ലിസൺ ചെയ്യുന്നില്ല, എന്തേ നീ എന്നെ കാണുന്നില്ല, എപ്പോഴും ഞാൻ കണ്ണുനീരിലാണല്ലോ എന്ന് പറയുന്ന ഒരു പ്രവാചകനെയാണ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. എന്നാൽ പ്രവാചകനോട് കർത്താവ് ഒരു മറുപടി കൊടുക്കും. 1-ാം അധ്യായം 5-ാമത്തെ വചനത്തില്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വലിയൊരു പ്രവൃത്തി നിന്റെ നാളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രോമിസാണ്. ആ ഒരു വലിയ വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞപ്പോ പ്രവാചകന് ആശ്വാസമാവുകയാണ്. എന്നാൽ പ്രവാചകൻ വീണ്ടും കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവം പ്രവൃത്തി ചെയ്യുന്ന അവൻ കാണുന്നില്ല, അവൻ ആവലാതിപ്പെടുകയാണ്. അതാണ് 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ വീണ്ടും അവൻ ദൈവത്തോട് ആവലാതിപ്പെടുകയാണ്. കർത്താവെ, എന്തുപറ്റി? അവിടുന്ന് അമർത്യനാണല്ലോ, അവിടുന്ന് പരിശുദ്ധനാണല്ലോ, അവിടുന്ന് അനാധിപതിയുള്ളവനാണല്ലോ. കർത്താവെ, അങ്ങ് എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? അഭയമായവനെ എന്തുകൊണ്ട് അങ്ങ് കണ്ണുകൾ തിരിച്ചു വെച്ചിരിക്കുന്നു? ചോദിക്കുക. ഇങ്ങനെ നിരന്തരം വീണ്ടും പ്രവാചകൻ ആവലാതിപ്പെടുകയാണ്. അപ്പോൾ ദൈവം ഒരു പ്രോമിസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാകാത്തത് കണ്ട് ആവലാതിപ്പെടുന്ന ആ പ്രവാചകൻ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മറുപടിയുമായി വരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ്. ദൈവം മറുപടിയുമായി, ഈ ആവലാതിക്കെല്ലാം മറുപടിയുമായി ദൈവം വരുമ്പോ പ്രവാചകൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതാണ് 2-ാം അധ്യായം 1-ാമത്തെ വചനം. പ്രവാചകൻ പറയാണ്, ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. ഞാൻ എന്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് ദൈവം എന്നോട് എന്ത് പറയുമെന്നും, ദൈവം എന്നോട് എന്ത് പറയുമെന്നും, എന്റെ ആവലാതിയെക്കുറിച്ച് എന്ത് മറുപടി നൽകും എന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ, ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ, ഈ മക്കളില്ലാത്ത ദമ്പതികള് നിങ്ങൾ കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണ് പറയുന്നത്? എന്റെ ആവലാതിയെക്കുറിച്ച് എന്താണ് മറുപടി വരാൻ പറയുന്നത്? എനിക്ക് എന്ത് ഉത്തരമാണ് തരാൻ പോകുന്നതെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ കാണുകയാണ്. ആ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു വളർച്ചയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അത്തിവൃക്ഷം 3-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. വിശ്വാസത്തിന്റെ വലിയൊരു വളർച്ചയാണ്. ഇവിടെ ഒരു ആവലാതി നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം 3 അധ്യായത്തിൽ പലതവണയായി പ്രവാചകൻ ആവലാതിപ്പെടുകയാണ്. എന്നാൽ ഈ അധ്യായം അവസാനിക്കുന്ന സമയത്ത് 3-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പ്രവാചകൻ പറയുന്ന ഒരു വളർച്ചയുണ്ട്, വിശ്വാസത്തിന്റെ വളർച്ച. എപ്പോൾ? 2-ാം അധ്യായത്തിൽ ഒരു കാത്തിരിപ്പിന്റെ സമയത്ത് ദൈവത്തെ ലിസൺ ചെയ്യാൻ തുടങ്ങി. എന്താണ് കർത്താവ് പറയാൻ പോകുന്നത്? എന്താണ് ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്നത്? ആവലാതി നിർത്തി, പരാതികളെല്ലാം നിർത്തി. ദൈവം എന്താണ് പറയാൻ പോകുന്നത്? അങ്ങനെ ദൈവത്തെ കേട്ടുകഴിഞ്ഞ പ്രവാചകൻ പറയുകയാണ്, എന്റെ മുൻപിൽ അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ച ഫലങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ആലയിൽ ആടുകൾ അറ്റുപോയാലും എനിക്കൊരാശ്വാസമേ ഉള്ളൂ, എനിക്കൊരാനന്ദമേ ഉള്ളൂ, എനിക്കൊരു സമാധാനമേ ഉള്ളൂ. അതെന്റെ കർത്താവാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഇന്ന് ഒരു കുഞ്ഞിനെ ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നീ കരയുമ്പോ, നിന്റെ ഈ കാത്തിരിപ്പിന്റെ നാളിൽ നീ ദൈവത്തെ ലിസൺ ചെയ്യുക, ദൈവഹിതത്തെ കണ്ടെത്തുക, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കർത്താവിന്റെ മുൻപില് നീ ആയിരുന്നു കൊണ്ട് ഈശോ നിന്നോട് പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആനന്ദിക്കുക, വിശ്വാസത്തിന്റെ വളർച്ചയിലേക്ക് നീ വരിക. ഒരു വ്യക്തി ദൈവഹിതത്തിന് കീഴടങ്ങുമ്പോ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി വിശ്വാസത്തിൽ വളരണം എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഈശോ ഗാഗുൽത്തായിൽ മരണസമയത്ത് ഈശോ പിതാവിന്റെ കരങ്ങളിലേക്ക് ഈശോ പറഞ്ഞു, പിതാവേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഒരു നിമിഷം ഈശോ ചിന്തിക്കുകയാണ്, പിതാവ് പോലും മാറി നിന്നോ എന്ന് ചിന്തിച്ചിട്ട് ഈശോ മരിക്കുന്ന തൊട്ടും ഈശോ പറയുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വലിയൊരു സമർപ്പണമാണ്. എല്ലാം വിട്ടുകൊടുക്കുന്ന, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സറണ്ടറിങ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ, എന്റെ ജീവിതത്തില് ഈ വിശ്വാസത്തിന്റെ വളർച്ചയുണ്ടാവട്ടെ. കൺമുമ്പിൽ എന്തു വന്നാലും പരസ്പരം കുറ്റപ്പെടുത്താതെ വിശ്വാസത്തിന്റെ ചുവട് വെച്ച് യാത്ര ചെയ്യാൻ, പരാതികളില്ലാതെ. മക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. എത്രയോ നാളായി കാണും ഒരു പക്ഷെ പലരും മനസ്സ് തുറന്ന് ചിരിക്കണം. പക്ഷെ ഈ ജീവിതത്തിൽ ഒരു കുഞ്ഞ് എന്നുള്ളത് മാത്രമല്ല ബ്ലെസ്സിങ്. അതിനപ്പുറത്ത് നമ്മുടെ മുൻപിൽ അനേകം ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ഒരു വലിയ ആനന്ദത്തിന്റെ, വിശ്വാസത്തിന്റെ വളർച്ചയിലേക്ക് ഈശോ നമ്മളെ വിളിക്കുകയാണ്. മൂന്നാമതായിട്ട്, ഒരു വ്യക്തി ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുമ്പോൾ അവന് ലഭിക്കുന്ന കൃപയെന്ന് പറയുന്ന, അവൻ ദൈവത്തിന്റെ പ്രവർത്തികള് ചെയ്യുന്ന ഒരു ഉപകരണമായി മാറുകയാണ്. അവൻ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന, ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയായി അവന് മാറാനായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ എന്താണോ ആ പ്ലാനിനോട് അലയൻ ചെയ്യുന്ന മനസ്സ്. നമുക്കറിയാം, അലയൻ ചെയ്തിരിക്കുക, ഒന്നിച്ചിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ മനസ്സ് അറിയുന്നവനായി മാറുകയാണ്. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്നവനായിട്ട് മാറുകയാണ്. ദൈവഹിതത്തിന് കീഴടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവവേല ചെയ്യുന്ന, ദൈവപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് പറ്റുള്ളൂ. അവിടെ നമുക്കിന്ന് ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തില് ദൈവഹിതത്തിന് കീഴടങ്ങാൻ വേണ്ടി ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും പക്ഷെ കുഞ്ഞിനെ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. മറിച്ച് ഈ സമാധാനക്കേടിന്റെ ഈ ദിനങ്ങൾക്ക് പകരം സമാധാനത്തോടെ വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് ദൈവവേലകൾ ചെയ്യുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ വേസ്റ്റാക്കി കളയരുത് നിങ്ങളുടെ ഈ ജീവിതം. കർത്താവ് എന്റെ കുഞ്ഞിനെ തന്നില്ല എന്ന് ദൂരേക്കല്ല പോകേണ്ടത്, മറിച്ച് അടുത്തു വരണം. സമാധാനം, ഈശോ തരുന്ന സമാധാനം സ്വീകരിക്കണം. കർത്താവിന്റെ വിശ്വാസത്തിൽ വളരാൻ ശ്രമിക്കണം. ദൈവവേലകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായിട്ട് മാറാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എത്രയോ വഴികൾ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കാം ഈശോയുടെ മുമ്പില്. ഈശോയെ, നീ എന്റെ മുമ്പിൽ വെക്കുന്ന വഴികൾ എന്താണെങ്കിലും അത് കാണാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഇന്ന് എല്ലാ ദമ്പതികളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഹിതത്തിന്റെ മുൻപില് കീഴടങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ ഈശോയെ അങ്ങ് ഞങ്ങളോട് കാണിച്ചു തന്ന അത് തന്നെയാണ്. ഈശോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ നമുക്കും അതിന് പറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് ഏറ്റവും അവസാനമായി ധ്യാനത്തിന്റെ അവസാന മിനിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവഹിതത്തിന് കീഴടങ്ങുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും സാത്താന് തോൽപ്പിക്കാനാവില്ല. നമ്മൾ ദൈവഹിതത്തിന് കീഴടങ്ങാതിരിക്കുമ്പോഴാണ് സാത്താൻ എപ്പോഴും നമ്മളെ കീഴടക്കുക. ഇതാണ് എന്റെ ഈശോയുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് നീ ദൈവത്തിൽ മനസ്സുറപ്പിച്ചാൽ, നീ യെസ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ, പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് സാത്താൻ ഭയപ്പെടുന്നത്? പരിശുദ്ധ അമ്മ ദൈവത്തിന് മുമ്പിൽ യെസ് എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് സാത്താനെ അവൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എനിക്കറിയാം, ഈ കാലഘട്ടത്തില് തിന്മ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങളെ സ്വാധീനിക്കുക. അമ്മ പറയുന്നു, അപ്പൻ പറയുന്നു, ഫ്രണ്ട്സ് പറയുന്നു, സഹോദരിമാര് പറയുന്നു, കുറ്റപ്പെടുത്തലുകള്, ജീവിത പങ്കാളി കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി തിന്മ കൂട്ടുകൂടാൻ ഇടയാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദൈവഹിതത്തിന് കീഴടങ്ങുക. ഈശോയുടെ ഇഷ്ടം എന്താണോ നടക്കട്ടെ. ഈശോയുടെ ഹിതത്തിന് കാത്തിരിക്കുക. അവിടെ സാത്താന് നിങ്ങളെ തൊടാനാവില്ല. സാത്താൻ നിങ്ങളെ തൊടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന് കീഴടങ്ങണം. ചിലപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ജീവിതത്തിലെ പലരും വന്ന് പറയാറുണ്ട്, സിസ്റ്ററെ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർ ശരിയല്ല എന്നറിയാമെങ്കിൽ പോലും ഞാൻ അവരോട് പറയും, അത് സാരമില്ല, വിട്ടേരെ. ഞാനും ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കറിയാം അവിടെ കുറ്റം പറച്ചിലിന്റെ വലിയ എതിർപ്പിന്റെ അകൽച്ചയുടെ അരൂപി അവിടെ കടന്നു വരികയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഇത് കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ എന്റെ മക്കളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നലെയും ഇന്നുമെല്ലാം കേട്ട വചനത്തോടൊപ്പം ചേർത്ത് വെച്ച് ഫൈനലായി എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് കാത്തിരുന്ന് പ്രാപിക്കണം. ഈശോ എന്താണോ നിന്നെ ആഗ്രഹിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി നീ ഇന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച്
നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് എടുത്തു വെച്ച്, കർത്താവെ എന്റെ ജീവിതം ഇതാണപ്പാ, എനിക്ക് വലിയ സമാധാനത്തിന്റെ വിശ്വാസത്തിന്റെ വളർച്ച ഈശോയെ നീ എനിക്ക് നൽകണമേ. കർത്താവ്, വിശ്വാസത്തിന്റെ വലിയ തലം നീ എനിക്ക് വെളിപ്പെടുത്തി തരണേ ഈശോയെ. നീ അതിനായിട്ട് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിടുന്ന് എന്നോട്, എന്റെ ജീവിതത്തോട് സംസാരിക്കണം ഈശോയെ. നിന്റെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. എന്നെക്കുറിച്ച്, എന്റെ കുടുംബത്തെക്കുറിച്ച്. നിങ്ങള് കർത്താവിന്റെ അൾത്താരയുടെ മുൻപില് രണ്ടുപേരും ഒരുമിച്ച് സമർപ്പണം ചെയ്ത വിശുദ്ധ വിവാഹം എന്ന കുദാശ സ്വീകരിച്ച നിമിഷം കർത്താവ് നിങ്ങളെ ഒന്നിപ്പിച്ചതാ. ഈ കുടുംബത്തിലേക്ക് എന്തൊക്കെ തരണമെന്ന് സ്വർഗം മുന്നേ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് അനുവദിക്കേണ്ടതെന്ന് ഈശോ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു 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 കർത്താവെ. കരുണയായിരിക്കണമേ ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വലിയ ദയുണ്ടാവട്ടെ, ഈശോയുടെ വലിയ ദയുണ്ടാവട്ടെ, ഈശോയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ, ഈശോയുടെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഈശോ നിങ്ങളെ സമീപിക്കട്ടെ. കർത്താവിന്റെ ഹിതത്തിന് കീഴടങ്ങാനുള്ള വലിയ കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. യേശുവേ നന്ദി, നന്ദി, നന്ദി. കണ്ണുകൾ അടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ഈശോയെ നിന്റെ ഇഷ്ടം നടക്കട്ടെ ഈശോയെ. എന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഹിതം നടക്കട്ടെ. നിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ബലം നൽകണം ഈശോയെ, ഉറപ്പ് നൽകണം ഈശോയെ. വാശി പിടിക്കുന്നില്ലപ്പാ, ചോദിക്കുവാ നിന്നോട്. നിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന് ചോദിക്കുകയാ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ ഈശോയെ. ഈശോയെ എന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് വേണ്ട ഈശോയെ. നിന്റെ ഇഷ്ടത്തിന് നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ ഈശോയെ. എന്റെ ഇഷ്ടമല്ലപ്പാ, ഒന്നും എന്റെ ഇഷ്ടമല്ല ഈശോയെ. നിന്റെ ഹിതം എന്താണെങ്കിലും അത് നടക്കട്ടെ കർത്താവേ. കർത്താവേ ആഗ്രഹിക്കുന്നപ്പാ, ഒന്നും എന്റെ ഇഷ്ടമല്ല ഈശോയെ. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് പരിശുദ്ധ അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന ഈ സമയം ഈശോയുടെ വലിയ സ്നേഹത്തിന്റെ മുൻപിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ നെടുവീർപ്പുകളും, എല്ലാ ഭാരങ്ങളും, എല്ലാ സങ്കടങ്ങളും ഈ അപ്പന്റെ കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിക്കുന്ന ഈശോ ഇവിടെയുണ്ട്. എന്റെ ഈശോയെ, എനിക്കായി തകർക്കപ്പെട്ട കർത്താവേ, മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ വേദനയും നിനക്ക് ഞാൻ തരികയാണ് ഈശോയെ. ആർക്കും മനസ്സിലാക്കാനാവാത്ത നീറുന്ന വേദനകളിലൂടെ ഒരുപക്ഷെ ഞാൻ കടന്നു പോകുന്നുണ്ടാവാം. സമർപ്പിക്കുകയാണ് ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ ഇഷ്ടങ്ങളല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സങ്കീർത്തനം 122 അധ്യായം 7 വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും
നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാവട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അസ്വസ്ഥപ്പെടുന്ന ആകുലപ്പെടുന്ന മനസ്സുകൾക്ക് വലിയ സമാധാനം ലഭിക്കാനുള്ള കൃപയാണ് ഈ ആരാധന നമ്മൾ ചോദിക്കുക. ആഗ്രഹത്തോടെ ചേർന്ന് നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥ, ആരാധിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് വലിയവനാണ്. എന്റെ ദിവ്യകാരുണ്യനാഥ, ആരാധിക്കുന്നു. എല്ലാ വേദനകളും സമർപ്പിക്കട്ടെ. കർത്താവെ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. യേശുവേ ആരാധന. എല്ലാ മക്കളും ചേർന്ന് പാടിക്കേ. യേശുവേ ആരാധന. ഈശോയെ, നിനക്ക് ആരാധന സമർപ്പിക്കുന്ന കർത്താവേ. യേശുവേ, നിനക്ക് ആരാധന സമർപ്പിക്കുന്നു. എല്ലാ മക്കളും എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ഭാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചേ. ഈശോയെ, കർത്താവെ ആരാധന. ഈശോയെ ആരാധന. എല്ലാ മക്കളും ഈശോയെ ആരാധിക്കണം. ഭാരങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കണം. നെടുവീർപ്പോടെ സങ്കടങ്ങള്, ആരുമില്ലാത്ത അവസ്ഥകള്, മനസ്സിന്റെ വേദനകള്, ഉറങ്ങാത്ത രാത്രികളെല്ലാം സമർപ്പിച്ച് ആരാധിച്ച് ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഏറ്റെടുക്കണം ഈശോയെ, ഏറ്റെടുക്കണമേ കർത്താവേ. എല്ലാ മക്കളെയും ഏറ്റെടുക്കണം ഈശോയെ. ശരീരത്തിന്റെ രോഗങ്ങള്, മനസ്സിന്റെ വലിയ തളർച്ചകള്, കർത്താവെ, ആരോരുമില്ലാത്ത വ്യക്തികൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് ഈശോയെ. പരിപൂർണമായിട്ട് സമർപ്പിക്കട്ടെ എല്ലാ മക്കളും. എല്ലാ കണ്ണുനീരുകളും ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ആരാധന ആരാധന ഈശോയെ, ആരാധന ആരാധന ആരാധന. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. നിന്റെ വലിയ സാധ്യതയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുക. നിന്റെ വലിയ സാധ്യതയിലേക്ക് ഓരോ മക്കളെ സമർപ്പിച്ച് ആരാധിച്ചേ. ദൈവത്തിന്റെ വലിയ സ്പർശനം ഉണ്ടാവട്ടെ, വലിയ സമാധാനം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവെ, മഹത്വം 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 മഹത്വം. തമ്പുരാനെ സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു ഈശോയെ. മഹത്വപ്പെടുത്തുന്ന കർത്താവെ, ആരാധിക്കുന്നു യേശുവേ. നന്ദി ഈശോയെ. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ഈശോ ജീവിക്കുന്നവരായി ഈ സക്രാരിയില്, ഈ തിരുവോസ്തിയില് ഈശോ ആയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 45-ാം അധ്യായം 3-ാം വചനം ഇപ്രകാരം പറയുന്നുണ്ട്: നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയണം. കർത്താവെ, അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ജെറമ്യ 1:4. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്കറിയാം നിങ്ങൾ ഇന്ന് വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകളെ പിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിന് വേണ്ടി. എന്നാൽ അടുത്ത നാളില് ഞാൻ 2 ഫാമിലിയെ പരിചയപ്പെടുകയാണ്. ഒരു കൊച്ചിന്
6 വയസ്സേ ഉള്ളൂ. അവൾക്ക് യൂട്ടസേ ഇല്ല. മറ്റൊരു കുഞ്ഞിന് 17 വയസ്സ്. അവൾക്ക് 2 ഓവറിയുമില്ല. ജീവിതം കാലെടുത്ത് വെച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോൾ തന്നെ തിരിച്ചറിയുകയാണ്, ഒരമ്മയാകാനുള്ള കൃപ ദൈവം വെച്ചിട്ടില്ലായോ. എന്നാൽ ആ കുഞ്ഞ്, പ്രത്യേകിച്ച് 17 വയസ്സുള്ള കുഞ്ഞ്, എത്ര മാത്രമാണ് ദൈവത്തിൽ വിശ്വസിച്ച് ആരാധിച്ച് തന്റെ ജീവിതത്തെ അംഗീകരിച്ച് യാത്ര ചെയ്യുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് പെട്ടെന്ന് മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈശോയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോഴായിരിക്കാം നമ്മൾ അറിയുന്നത് നമുക്ക് ചില കുറവുകളുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് ഒരു പക്ഷെ ഇപ്പോഴായിരിക്കാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അല്ല, ഈശോ പറയുകയാണ്, യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. എന്റെ മക്കളെ, ഈശോയുടേതാകാനുള്ള വലിയൊരു വിളി കർത്താവ് ഈ ലോകത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടേതാണ്. ഈശോ അതാണ് നമ്മളോട് പറയുന്നത്. ഈശോ പറഞ്ഞു, കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയും. നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയായി, ഒരു പുരുഷനായി ഈശോ നിങ്ങളെ സൃഷ്ടിച്ചതോർത്ത് നിങ്ങൾ ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞു. താങ്ക് യു ഈശോയെ, ഒത്തിരി നന്ദി പറ. മറ്റൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ ചില കുറവുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും, അതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങൾ ഈശോയ്ക്ക് നന്ദി പറ. ഒരു സ്ത്രീയായി, ഒരു പുരുഷനായി ഈശോ നിങ്ങളെ സൃഷ്ടിച്ചു. ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഈശോ നിങ്ങളെ പ്രവേശിപ്പിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ മക്കളെ. മറ്റെല്ലാ പരാതികളുടെ മനസ്സുകളും മാറ്റിവെച്ചിട്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയോർത്ത് പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ആഗ്രഹിച്ച് എത്രയോ വലിയ സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിച്ചത്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന അങ്ങനെയാണ് താനും. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വന്തമാണ്. അതിൽ നമുക്ക് ആനന്ദിക്കാം. ഓരോരുത്തരും ഈശോയാൽ പേര് ചൊല്ലി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പേരുകൾ ഈശോ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതിൽ വലിയ ആനന്ദം എവിടെയാ നമുക്ക് വേണ്ടത്? ഈശോയ്ക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, ഞാൻ നിന്റെ കൈവെള്ളയിൽ നീ എന്നെ തെരഞ്ഞെടുത്തതോർത്ത്, നീ എന്നെ ചേർത്ത് നിർത്തിയതോർത്ത്, എനിക്കിങ്ങനെ ഒരു ശരീരം തന്നതോർത്ത്, ഇങ്ങനെ ഒരു മനസ്സ് തന്നതോർത്ത്, പ്രാർത്ഥിക്കാൻ കൃപ തന്നതോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കർത്താവിനെ വിളിച്ച് ആരാധിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാമലകമറതിരി. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി, ഈശോയുടെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഈശോ തന്ന കൃപകളോർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കട്ടെ. ഈശോയുടെ കൃപകളോർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. ഈശോയെ നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, ഹൃദയം പിളർന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, എല്ലാവരെക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, എല്ലാ വ്യക്തികളെക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ്. ഈശോയെ വണങ്ങി ആരാധിക്കുന്ന കർത്താവേ, കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുക. കർത്താവെ, ഞങ്ങൾ എന്തായിരിക്കുന്നു അത് മുഴുവൻ നിന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ വചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യത്തിനനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം അതാണ്. അവിടുന്ന് തന്റെ കാരുണ്യത്തിനൊത്ത വിധം നമ്മോട് ദയ കാണിക്കും. ഒരിക്കലും നമ്മളെ
പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ മനഃപൂർവ്വം കർത്താവ് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന ഈ ജീവിത സഹനങ്ങൾ കർത്താവ് അനുവദിച്ചിരിക്കുന്നതാണ്. അത് എത്ര കാലം എത്ര ദിവസമെന്ന് നമുക്ക് അറിഞ്ഞുകൂടും. നിങ്ങളെല്ലാം ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചേ. കർത്താവേ, അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. സങ്കീർത്തനം 102 അധ്യായം 19, 20 വചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രനാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. ഇന്ന് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ രാത്രികളും അകപ്പെട്ടുപോയ കുഴികളിലേക്കും ഈശോ നോക്കുന്നുണ്ട്. ഹബക്കുക്കനെ പറഞ്ഞയച്ച ദാനിയേലിനെ അവൻ കണ്ടുവെന്ന തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തമ്പുരാൻ ഇത് നമ്മളെ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ നോക്കുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 20 വചനം. എഫ്രായിം എന്റെ വത്സല പുത്രനല്ലേ, എന്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി ഞാൻ പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉയർത്തുന്നു. എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവിന്റെ വചനമാണ്. എഫ്രായിം എന്റെ വത്സല പുത്രനല്ലേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ നമ്മളെ അത്രയധികമായി സ്നേഹിക്കുന്നുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയും. ഈശോയെ അങ്ങനെ എത്രയോ അധികമായിട്ടാണ് സ്നേഹിക്കുന്നത്. അനുഭവിക്കാം നമുക്ക് ഈശോയുടെ സ്നേഹം. നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാം. ഈശോയെ, അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഞാൻ, ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഓരോരുത്തരും ഈശോയോട് പറ. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് നിങ്ങളെ ചേർത്ത് വെക്കുക. ഈശോയോട് പറ, കർത്താവെ, ഞാൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായതോർത്ത് നിനക്ക് ഒത്തിരി നന്ദി പറയുന്നു ഈശോയെ. ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ. താങ്ക് യു ഈശോയെ, ഒത്തിരി നന്ദി ഈശോയെ. എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയുന്ന സ്നേഹത്തെ ഓർത്ത് എല്ലാ മക്കളും ഈശോയുടെ സ്നേഹം അനുഭവിച്ചേ. ഈശോ അത്രയും അധികമായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെ കരുതുന്നത് അത്രയും അധികമായിട്ടാണ്. കർത്താവെ, അവിടുന്നാണ് എന്റെ സഹായകൻ. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 7, 8 വചനങ്ങൾ കർത്താവ് പറയുകയാണ്, എന്റെ വാക്ക് കേൾക്കുവേൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരുട്ടമാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്. രക്ഷ തലമുറകളോളം നിലനിൽക്കും. വിശ്വസിച്ചേ, എല്ലാ മക്കളും വിശ്വസിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് ഈശോയൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവസ്നേഹ നിറവുണ്ടാവട്ടെ. വലിയ കർത്താവിന്റെ കാരുണ്യം ഒഴുകി വരട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. ഈശോയെ, അവിടുന്ന് ഇന്നേ ദിവസം സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, വിശ്വാസത്തിന്റെ തലത്തിലേക്ക് എന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം. എല്ലാ മക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വ്യക്തികളും ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ സങ്കടങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ തടസ്സങ്ങൾ എല്ലാം മാറിപ്പോകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ഈശോയെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. കർത്താവേ, നന്ദി പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ കെട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് പാടി പ്രാർത്ഥിച്ച് ആശ്വസിപ്പിക്കണേ അപ്പ. ചേർത്ത് പിടിക്കണേ ഈശോയെ. എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണേ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ മാത്രമേ ഉള്ളൂ. ഈശോയെ,